ഈശ്വരസിഹായിക്ക് സ്തുതിയാകട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു. ജീവിതത്തില് തെറ്റിലേക്ക്, പാപത്തിലേക്ക് പോകാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ രണ്ടാണ് എന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ ലിഖിതത്തെ കുറിച്ചുള്ള അജ്ഞത. ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വരുന്നവൻ പാപത്തിന് അടിമപ്പെട്ടു പോകുന്നു. അവന്റെ ജീവിതത്തില് എന്നും നിരാശ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം തമ്പുരാന്റെ വചനം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും പാപത്തിലേക്ക് പോവുകയില്ല. അവന്റെ ജീവിതത്തില് തെറ്റ് സംഭവിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചുള്ള അജ്ഞത. എന്റെ ദൈവം ശക്തനാണ്, അവൻ എന്റെ കൂടെ ഉണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുവനും ഒരിക്കലും പാപത്തിന്റെ വഴിയെ പോകാൻ പറ്റത്തില്ല. അവന്റെ ജീവിതത്തില് തെറ്റിലേക്ക് അവൻ നടക്കത്തില്ല. വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, പോരായ്മകൾ ഉണ്ടാകുമ്പോൾ എന്റെ ദൈവം എന്നെ സംരക്ഷിക്കും എന്ന് അടിയുറച്ച് വിശ്വസിച്ച് വിശുദ്ധിയിൽ മുന്നേറുവാനായിട്ട് സാധിക്കും. ഈ ഒരു തിരിച്ചറിവ് ഇല്ലാതെ പോകുമ്പോൾ പലപ്പോഴും പല അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്നത്. ഈ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോയി പാപത്തിന് അടിമപ്പെട്ട് തെറ്റിലേക്ക് വീഴുന്ന വ്യക്തികളായിട്ടെന്ന് പറയണം. എന്റെ ദൈവം ശക്തനാണ്, അവൻ എന്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്റെ ജീവിതം നശിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് വചനത്തില് എന്റെ ഈശോ കൃത്യമായിട്ട് എന്നോട് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ അല്ലേ, ദൈവ വചനത്തെ കുറിച്ചുള്ള അജ്ഞതയും ദൈവശക്തിയിലുള്ള വിശ്വാസക്കുറവുമാണ് നിന്റെ ജീവിതത്തില് തെറ്റ് സംഭവിക്കാനായിട്ട്, പാപത്തിലേക്ക് വീഴാനായിട്ട് പ്രധാന കാരണമായിട്ട് മാറുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ചിന്തിക്കാനായിട്ട് പറ്റണം. ഒന്ന്, ദൈവത്തിന്റെ വചനം സ്വീകരിക്കാനായിട്ട്, ആ വചനം വായിക്കാനായിട്ട്, ആ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ആ വചനം മനസ്സിലാക്കാനായിട്ട് ഇന്നോളം എന്റെ ജീവിതത്തില് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? സ്നേഹമുള്ളവരെ, ജീവിതത്തില് ഒരിക്കലെങ്കിലും വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഭക്തിയോടെ വായിക്കാനായിട്ട്, ആ വചനം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്റെ ദൈവത്തില് അടിയുറച്ച് വിശ്വസിക്കണം. ശക്തനായ ഒരു ദൈവം എനിക്കുണ്ട്, അവനെന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം ഈ ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകത്തില്ല, ജീവിതത്തില് നിരാശ വന്ന് പാപത്തിന് അടിമപ്പെട്ടു പോകത്തില്ല, മറിച്ച് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശക്തനായ ദൈവം എന്നെ സംരക്ഷിക്കും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനായിട്ട്, അതേപോലെ തന്നെ തമ്പുരാന്റെ വചനം വായിച്ച് അതനുസരിച്ച് ജീവിച്ച് ഈ ഭൂമിയില് വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ സ്നേഹിക്കാം. ദൈവം നമ്മളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.